നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഒരു ടോപ്പിക്ക് സെർവർലെസ് കമ്പ്യൂട്ടിംഗ് ആണ്. പക്ഷേ സെർവർലെസ് കമ്പ്യൂട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ചൊന്ന് ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കാനുണ്ട്. എങ്ങനെയാണ് AWS റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുന്നത്, എങ്ങനെയാണ് AWSൻ്റെ കസ്റ്റമർ ഏതൊക്കെ കാര്യങ്ങളിലാണ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കേണ്ടത് എന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആൻഡ് ഓൾസോ വിൽ ഗിവ് എൻ ഇൻട്രഡക്ഷൻ ടു സെർവർലെസ് കമ്പ്യൂട്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സെർവർലെസ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 AWS ലോഞ്ച് ചെയ്ത സമയത്ത് അവരുടെ പ്രോമിസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ DC ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ്ലി AWS മാനേജ് ചെയ്തോളും. ആസ് എ കസ്റ്റമർ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വരിക, യു ക്യാൻ ആക്ച്വലി യൂസ് മൈ റിസോഴ്സ് വിച്ച് ഈസ് മൈ കമ്പ്യൂട്ട്, സ്റ്റോറേജ്, നെറ്റ്വർക്ക്, മെമ്മറി, ഓൾ ദോസ് റിസോഴ്സസ് യു ക്യാൻ യൂസ്. ആൻഡ് ദെൻ ആ റിസോഴ്സസുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു വെർച്വൽ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ആ ഇൻസ്റ്റൻസിനകത്ത് നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള OS, ആ OSൻ്റെ മുകളിൽ നിങ്ങളതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ് യു ക്യാൻ ആക്ച്വലി റൺ. അതായിരുന്നു നമ്മൾ 2006 AWS ലോഞ്ച് ചെയ്ത സമയത്ത് നടന്നത്. പിന്നീട് ഫാസ്റ്റ് ഫോർവേഡ് ഇൻ 2014 വാട്ട് ഹാപ്പൻഡ് വാസ് AWS പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ആസ് എ ഡെവലപ്പർ you don't even need to manage your platform. That also we will be taking care. All you have to do is you come in and then you do your coding and then you deploy your app. So all these responsibilities we will take care. ഈ ഒരു കൺസെപ്റ്റിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ആർക്കിടെക്ചറിനെയാണ് സെർവർലെസ് കമ്പ്യൂട്ട് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പക്ഷേ അഗെയിൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സെർവർലെസ് കമ്പ്യൂട്ട് ആർക്കിടെക്ചറിലേക്ക് വരും. പക്ഷേ അതിന് മുമ്പിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അഗെയിൻ നമ്മൾ ഓരോ സർവീസുകളെയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ് ഇസ് വി ഹാവ് ടു ഗോ ഇൻ ഡെപ്ത് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഈ സെർവർലെസ് കമ്പ്യൂട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചില സർവീസുകളുടെ പേരാണ് ലാംഡ, പിന്നെ ഇലാസ്റ്റിക് കണ്ടെയ്നർ സർവീസ് ECS എന്ന് പറയും, ഇലാസ്റ്റിക് കുബർനെറ്റിക്സ് സർവീസ്. അഗെയിൻ കണ്ടെയ്നർ സർവീസും കുബർനെറ്റിക് സർവീസും you will also learn when we learn about the private cloud, but as of now we are talking about public cloud. എന്താണ് പ്രൈവറ്റ്, എന്താണ് പബ്ലിക് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ക്ലൗഡ് ഈസ് AWS, GCP, അങ്ങനെ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്ലൗഡാണ് പബ്ലിക് ക്ലൗഡ്. പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഓൺ പ്രിമിസസിനകത്ത് തന്നെ ഇതേ സർവീസുകൾ നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ. ബട്ട് റൈറ്റ് നൗ അണ്ടർസ്റ്റാൻഡ് ആസ് എ പാർട്ട് ഓഫ് സെർവർലെസ് കമ്പ്യൂട്ടിംഗ് we are going to learn about Lambda service, we are going to learn about ECS, we are going to learn about EKS, and also we will learn about Elastic Beanstalk. Okay, ഈ 4 സർവീസുകളെ പറ്റി നമ്മൾ പഠിക്കും. പക്ഷേ ആ സർവീസുകളെ പറ്റി പഠിക്കുന്നതിന് മുമ്പ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എ ലിറ്റിൽ ബിറ്റ് മോർ അബൌട്ട് ദിസ് സെർവർലെസ് കമ്പ്യൂട്ടിംഗ്. എന്താണ് നേരത്തെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയുടെ കേസ് പറഞ്ഞു, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പം അത് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതാണ് നമ്മൾ ഒന്നുകൂടെ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. റെസ്പോൺസിബിലിറ്റി എന്താണ് ഈ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി? അപ്പോൾ റെസ്പോൺസിബിലിറ്റിയുടെ അതായത് ആമസോണും AWSഉം കസ്റ്റമറും തമ്മിലുള്ള ഷെയർഡ് റെസ്പോൺസിബിലിറ്റിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ റെസ്പോൺസിബിലിറ്റിയുടെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ നമുക്കതിനെ ഒരു ലെയറായിട്ട് തരംതിരിക്കാം. അതായത് ഏതൊക്കെ കമ്പോണൻസുകളാണ് AWS റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ കമ്പോണൻസ് ആണ് നമ്മുടെ കസ്റ്റമർ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിന് ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാം. അതിന് ആദ്യം നമുക്ക് എന്തൊക്കെയാണ് ഉള്ള കമ്പോണൻസ് എന്ന് ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമുള്ളത് നമ്മുടെ ഹാർഡ്വെയർ. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സർവേഴ്സും കാര്യങ്ങളൊക്കെയാണ് AWS യൂസ് ചെയ്യുന്നത് ഈ ഇതേപോലത്തെ എന്താ പറയുക സർവീസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാർഡ്വെയർ അഗെയിൻ AWSൻ്റെ ഒരു ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ വൺ ഓഫ് ദി വീഡിയോയിൽ പറഞ്ഞതാണ്. ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ എവിടേക്കാണ് അവൈലബിലിറ്റി സോൺ ഉള്ളത്, എക്സെട്ര. ബേസിക്കലി ഗ്ലോബൽ ഇൻഫ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് മൊത്തമായിട്ട് AWSൻ്റെ റിസോഴ്സസുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എവിടുന്ന് വേണമെങ്കിലും. അതാണ് ഗ്ലോബൽ ഇൻഫ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡ്വെയറും ഗ്ലോബൽ ഇൻഫ്രയും, ഹാർഡ്വെയർ ഓൺ ഗ്ലോബൽ ഇൻഫ്ര, അത് ഒരു കമ്പോണൻറ്റ് അല്ല, അതൊരു ലെയറാണ്. അതിൻ്റെ മുകളിലാണ് വാട്ട് ദേ ഹാവ് ഇസ് ദ സോഫ്റ്റ്വെയർ ഫോർ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ, നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ, സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ. സോ ദാറ്റ് ഒരു കസ്റ്റമർ വന്നിട്ട് അതിൻ്റെ വെൻ ദേ സ്റ്റാർട്ടഡ് യൂസിങ് ദിസ് ഹാർഡ്വെയർ, the software should be able to spin up the compute and networking that the customer is actually asking for. Okay, അപ്പോൾ അതിനുള്ള സോഫ്റ്റ്വെയർ ഹൈപ്പർവൈസർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അഗൈൻ വിൽ കം ടു ദാറ്റ് ലേറ്റർ. അടുത്തത് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു ഇൻസ്റ്റൻസ് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിൻ്റെ നെറ്റ്വർക്ക്,
അതിൻ്റെ ഫയർവാൾ ഉണ്ടെങ്കിൽ ഫയർവാൾ, അതിൻ്റെയൊക്കെ കൺഫിഗറേഷൻസ്. ഓക്കെ, അതാണ് വേറൊരു ലെയർ ഓഫ് റെസ്പോൺസ്, വേറൊരു ലെയർ അല്ലെങ്കിൽ വേറൊരു കമ്പോണൻറ്റ്. ആൻഡ് വി വിൽ സീ ഹൂ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ഇൻ എ മൊമെൻറ്റ്. ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് വേണ്ടത് പ്ലാറ്റ്ഫോം ആൻഡ് ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ്, അതായത് പ്ലാറ്റ്ഫോം ആൻഡ് ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ്. ഓക്കെ, ആപ്ലിക്കേഷൻ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ അണ്ടർലൈൻ പ്ലാറ്റ്ഫോം എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ ഉള്ളത്. നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നെറ്റ്വർക്ക് ട്രാഫിക് പ്രൊട്ടക്ഷൻ. ഓക്കെ, നമുക്ക് ഈ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്ക് ട്രാഫിക് ഉണ്ടാവുമല്ലോ. ആ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ഓപ്പൺ ആയിട്ട് വിടാൻ പറ്റില്ല, സെക്യൂർ ആയിട്ട് വേണം, അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെറ്റ്വർക്ക് ട്രാഫിക് പ്രൊട്ടക്ഷനാണ് അടുത്ത ലെയർ ഉള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സെർവർ സൈഡ് എൻക്രിപ്ഷൻ. കാരണം സെർവറിൽ ഒരു സാധനം ഒരു ഡാറ്റ ഇൻ റെസ്റ്റ് നിൽക്കുന്ന സമയത്ത് സെർവർ സൈഡിൽ എൻക്രിപ്ഷൻ വേണം. ആ എൻക്രിപ്ഷൻ്റെ ഡീറ്റെയിൽസ്, സെർവർ സൈഡ് എൻക്രിപ്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്ലയൻറ്റ് സൈഡ് എൻക്രിപ്ഷൻ. whenever a client is actually trying to access the data, ആ ക്ലയൻറ്റ് സൈഡിലുള്ള എൻക്രിപ്ഷൻ. എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി ദ കസ്റ്റമർ ഡാറ്റ. ഓക്കെ, കസ്റ്റമറിൻ്റെ ആക്ച്വൽ ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ആ ഡാറ്റ. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റീൻ്റെ ബേസിസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അൺമാനേജ്ഡ് പല സർവീസുകളുണ്ട്. നമ്മളിപ്പോൾ പഠിച്ച സർവീസുകളിൽ തന്നെ നമുക്ക് ഈ സർവീസുകളുടെ പലതായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ തരംതിരിക്കാൻ പറ്റും. ഒന്ന് അൺമാനേജ്ഡ് സർവീസ്, പിന്നെ ഒന്ന് മാനേജ്ഡ് സർവീസ്, വി വിൽ സി വാട്ട് ദാറ്റ് ഈസ്. വേറെ ഒന്ന് ഫുള്ളി മാനേജ്ഡ് സർവീസ്, എല്ലായെങ്കിൽ നമ്മൾ പറയും സെർവർലെസ്. അതാണ് നമ്മൾ നേരത്തെ തുടങ്ങിയ സെർവർലെസ് കമ്പ്യൂട്ടിങ്ങിലാണ്. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പ് റെസ്പോൺസിബിലിറ്റീസാണ്, അല്ലെങ്കിൽ 3 ടൈപ്പ് സർവീസസുകളാണുള്ളത്. ഈ 3 ടൈപ്പ് സർവീസുകളുടെ ബേസിസിൽ റെസ്പോൺസിബിലിറ്റി, AWSൻ്റെ റെസ്പോൺസിബിലിറ്റി വേഴ്സസ് ദ കസ്റ്റമറിൻ്റെ റെസ്പോൺസിബിലിറ്റി വാരീസ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് അൺമാനേജ്ഡ് നോക്കാം. അൺമാനേജ്ഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AWS പറയും ഈ താഴെയുള്ള ഈ 2 സാധനങ്ങൾ, സോഫ്റ്റ്വെയർ which actually spins the compute and stuff like that, and the hardware and the global infrastructure of the AWS. Okay, this is my responsibility, I will take care of it. And if you are using an unmanaged service, then rest of all this is the customer's responsibility. Okay, customer responsibility ആണ്. ഇതാണ് അൺമാനേജ്ഡിൻ്റെ കേസിൽ നടക്കുന്നത്. ഇനി മാനേജ്ഡിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 more layers. കസ്റ്റമറോട് പറയും ഓക്കെ ദിസ് ഈസ് അൺമാനേജ്ഡ്. മാനേജിൻ്റെ കേസിലാണെങ്കിൽ 2 more layers. അതായത് പ്ലാറ്റ്ഫോമും ഞാൻ ടേക്ക് കെയർ ചെയ്യാം, OS-ഉം ഞാൻ ടേക്ക് കെയർ ചെയ്യും, നെറ്റ്വർക്ക് ഫയർവാളും ഞാൻ ടേക്ക് കെയർ ചെയ്യും. ഒബ്വിയസ്ലി ബൈ ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ സോഫ്റ്റ്വെയർ എനിവേ ഞാൻ തന്നെയാണ് റെസ്പോൺസിബിൾ. ഇതേപോലെ സർവീസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മെസ്സേജ് ക്യൂ എന്ന് പറഞ്ഞ സർവീസിനെ പറ്റി നമ്മൾ പഠിച്ചു. മെസ്സേജ് ക്യൂ എന്താണ്, നമ്മൾ കസ്റ്റമർ ഡയറക്റ്റ് വന്നിട്ട് ആ മെസ്സേജ് ക്യൂ സർവീസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇൻസ്റ്റൻസ് സ്പിന്നപ്പ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സർവീസുകളാണ്, മെസ്സേജ് ക്യൂ സർവീസ് പോലത്തെ സർവീസുകളാണ് മാനേജ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ മാനേജ് സർവീസിൽ കസ്റ്റമറിൻ്റെ AWSൻ്റെ റെസ്പോൺസിബിലിറ്റി അപ് ടു പ്ലാറ്റ്ഫോം വരെ വരും. കസ്റ്റമറിൻ്റെ അടുത്ത് പറയും ഓക്കെ കസ്റ്റമർ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ നെറ്റ്വർക്ക് ട്രാഫിക്, സെർവർ സൈഡ് പ്രൊട്ടക്ഷൻ, ക്ലയൻറ്റ് സൈഡ് പ്രൊട്ടക്ഷൻ, ഓഫ് കോഴ്സ് കസ്റ്റമർ ഡാറ്റ ഓൾസോ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, ഇതാണ് മാനേജ് സർവീസിൻ്റെ കേസിലുള്ള ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് ഫൈനലി നമ്മൾ തേർഡായിട്ട് പറയാൻ പോകുന്നത് ഫുള്ളി മാനേജ് സർവീസ്, അതായത് സെർവർലെസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത്. അവിടെയാണ് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. കസ്റ്റമർ പറയും ഐ വിൽ ടേക്ക് കെയർ ഓഫ് അപ് ടു ഹിയർ. സെർവർ സൈഡിലുള്ള എൻക്രിപ്ഷൻ ഞാൻ നോക്കിക്കൊള്ളാം, അതായത് നിങ്ങളൊരു ഡാറ്റ അവിടെ വെക്കുന്നുണ്ടെങ്കിൽ എൻക്രിപ്ഷൻ ഞാൻ നോക്കിക്കൊള്ളാം, ട്രാഫിക് പ്രൊട്ടക്ഷൻ ഞാൻ നോക്കിക്കൊള്ളാം. ഒബ്വിയസ്ലി പ്ലാറ്റ്ഫോമും അതിൻ്റെ താഴോട്ടുള്ള സാധനങ്ങൾ ഞാൻ ഓൾറെഡി മാനേജ് സർവീസിൻ്റെ സമയത്ത് ഞാൻ മാനേജ് ചെയ്തതാണ്. അപ്പോൾ ആസ് എ കസ്റ്റമർ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നിങ്ങളുടെ കസ്റ്റമർ ഡാറ്റ അതെപ്പോഴും നിങ്ങൾ തന്നെ നോക്കണം. കസ്റ്റമർ ടേക്ക് കെയർ ഓഫ് ദ കസ്റ്റമർ ഡാറ്റ. ക്ലയൻറ്റ് സൈഡിൽ എന്തെങ്കിലും എൻക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ക്ലയൻറ്റ് സൈഡിൽ, അതായത് കസ്റ്റമറിൻ്റെ ക്ലയൻറ്റ് സൈഡിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള റിസോഴ്സുകൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ വാട്ട് എവർ യു ആർ ട്രൈങ് ടു ആക്സസ്, മേക്ക് ഷുവർ that is also secured and taken care by you as a responsibility. Rest all of these things
AWS says I'll take care of it. ഈ ഒരു മോഡലാണ് നമ്മൾ സെർവർലെസ് കമ്പ്യൂട്ടിങ്ങിൽ കാണാൻ പോകുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ പഠിക്കും, യൂസിങ് ഫ്യൂ ഓഫ് ദ സർവീസസ് ആസ് സച്ച്. പക്ഷേ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക, നമ്മൾ സെർവർലെസ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ കേട്ടു. എന്താണ് സെർവർലെസ് കമ്പ്യൂട്ടിങ്, ജസ്റ്റ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. സെർവർലെസ് കമ്പ്യൂട്ടിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AWS പറയും, as a developer you just come in and then do your coding, run your application, rest everything will be taken care by us. Even the instances will be taken care by us, even the spinning up of the instance will be taken care by us. Whenever there is a need of scale up and scale down, that also will be taken care by us. Okay, അതായിരുന്നു സെർവർലെസ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുമ്പിൽ നമ്മൾ ഷെയർഡ് റെസ്പോൺസിബിലിറ്റിനെ പറ്റി പഠിച്ചു. ഇത് ക്വസ്റ്റ്യൻസ് മറ്റേ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഷെയർഡ് റെസ്പോൺസിബിലിറ്റിനെ പറ്റി നമ്മൾ പഠിച്ചു. There are 3 types of services. Before we talk about shared responsibility comes in the realm of these 3 types of services, which is unmanaged service, another is managed service, another is fully managed or serverless computing, right? അപ്പോൾ ഈ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി അൺമാനേജ്ഡ് ആണെങ്കിൽ താഴെയുള്ള ഈ 2 സാധനം, അതായത് സോഫ്റ്റ്വെയർ ടു സ്പിൻ അപ്പ് കമ്പ്യൂട്ട് നെറ്റ്വർക്ക് ആൻഡ് the hardware and the global infrastructure, this will be the AWS responsibility. For the unmanaged, rest all will the customer's responsibility. Managed ആണെങ്കിൽ 2 more സാധനങ്ങൾ AWS ടേക്ക് കെയർ ചെയ്യും. പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം AWS ടേക്ക് കെയർ ചെയ്യും. OS നെറ്റ്വർക്ക് ഫയർവാൾ കോൺഫിഗറേഷൻ്റെ കാര്യം AWS ടേക്ക് കെയർ ചെയ്യും. റെസ്റ്റ് വിൽ ബി ടേക്കൺ കെയർ ബൈ ദ കസ്റ്റമർ ഇൻ കേസ് ഓഫ് മാനേജ് സർവീസ്. ആൻഡ് ഫുള്ളി മാനേജ്ഡ് ആണെങ്കിൽ 2 more സൈഡ് കാര്യങ്ങൾ, സെർവർ സൈഡ് എൻക്രിപ്ഷൻ, നെറ്റ്വർക്ക് ട്രാഫിക് പ്രൊട്ടക്ഷൻ, അത് AWS ടേക്ക് കെയർ ചെയ്യും, ബാക്കി കസ്റ്റമർ ടേക്ക് കെയർ ചെയ്യുക. Okay, so this was a quick overview or an intro of serverless computing. Plus, alongside we also talked about the shared responsibility. In the next video, we will talk more about few of those services which we talked about, like the Lambda service, ECS service, EKS service, so on and so forth. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. This is very important. ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണിത്. ഓക്കെ, സീ യു ദെൻ.